നമസ്കാരം. അറേബ്യൻ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേശീയ ദിനാഘോഷത്തിൻ്റെ നിറവിലാണ് UAE. 53ാമത് ദേശീയ ദിനാഘോഷങ്ങൾ ഈദ് അൽ ഇത്തിഹാദ് എന്ന പേരിലാണ് UAE എങ്ങും നടന്നത്. പ്രവാസികളും ദേശീയ ദിനാഘോഷങ്ങളിൽ ഭാഗവാക്കായി. ഈദ് അൽ ഇത്തിഹാദ് ഈ പേരിലായിരുന്നു ദേശീയ ദിനാഘോഷങ്ങൾ രാജ്യമെങ്ങും നടന്നത്. ഐക്യത്തിന്റെ 53 മനോഹര വർഷങ്ങളുടെ ഓർമ്മ പുതുക്കി എങ്ങും ആഘോഷ പരിപാടികൾ. അലൈനായിരുന്നു ഇത്തവണ ദേശീയ ദിനാഘോഷങ്ങളുടെ ഔദ്യോഗിക വേദി. രാജ്യമെങ്ങും പാതയോരങ്ങളിൽ വർണ്ണാലങ്കാരങ്ങൾ തൂക്കിയിരുന്നു. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികൾ, കിരീടാവകാശികൾ, മറ്റ് നേതാക്കൾ, വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ അലൈനിലെ പരിപാടിയിൽ പങ്കെടുത്തു. ത്രീ ലൈറ്റിംഗ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ UAEയുടെ വളർച്ചയും ചരിത്രവും ഒത്തൊരുമയും വെളിവാക്കുന്ന പരിപാടികളായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് അലൈൻ നഗരത്തിൽ സംഘടിപ്പിച്ച കരിമരുന്ന് പ്രകടനവും വിസ്മയ കാഴ്ചയാണ് സമ്മാനിച്ചത്. ഈ കരിമരുന്ന് പ്രകടനം ലോക റെക്കോർഡും സ്വന്തമാക്കി. ഏറ്റവും നീളം കൂടിയ കരിമരുന്ന് പ്രകടനം എന്ന റെക്കോർഡാണ് അലൈൻ സിറ്റി മുനിസിപ്പാലിറ്റി സംഘടിപ്പിച്ച കരിമരുന്ന് പ്രയോഗത്തിന് ലഭിച്ചത്. 11.1 കിലോമീറ്റർ നീളത്തിലായിരുന്നു ഈ മനോഹര കാഴ്ചയൊരുക്കിയത്. അൽ സമീഹിൽ UAE പ്രതിരോധ മന്ത്രാലയം സംഘടിപ്പിച്ച പരേഡും ശ്രദ്ധേയമായി. UAE സായുധ സേനയുടെ ഏറ്റവും വലിയ പരേഡായിരുന്നു ഇത്. 23,000 സൈനികരാണ് പരേഡിന്റെ ഭാഗമായി അണിനിരുന്നത്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും വഖഫത്ത് വാലയിൽ പങ്കെടുത്തു. UAE വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ, ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരും ഷെയ്ഖ് മുഹമ്മദിനൊപ്പം സൈനിക വാഹനത്തിലുണ്ടായിരുന്നു. രാജ്യസേവനത്തിലെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന പൗരന്മാരെ ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദിച്ചു. രാജ്യവികസനം, നവീകരണം, പ്രതിരോധശേഷി എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ യുവതലമുറയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. UAE രാഷ്ട്ര നേതാക്കളുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി ശോഭനമായ ഭാവിക്കായി പ്രവർത്തിക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. UAEയുടെ പ്രതിരോധശേഷി പ്രകടമാക്കിയ പരേഡിൽ പ്രത്യേക സൈനിക വാഹനങ്ങളും അവതരിപ്പിച്ചു. സായുധസേനയുടെ അചഞ്ചലമായ അർപ്പണബോധത്തിന്റെ പ്രതീകമായി ഖലീഫ ബിൻ സായിദ് എയർബോൺ ബ്രിഗേഡിന്റെ പതാക കൈമാറുന്ന ചടങ്ങിനും
ഷെയ്ഖ് മുഹമ്മദ് സാക്ഷ്യം വഹിച്ചു. ജനങ്ങളോടുള്ള സ്നേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദേശീയദിന സന്ദേശത്തിൽ ഭരണാധികാരികൾ അറിയിച്ചു. UAE-യിലെ ജനങ്ങൾക്ക് നന്ദി. ഈദ് അൽ ഇത്തിഹാദിന്റെ വേളയിൽ UAE-യിലെ പൗരന്മാരിലും മറ്റ് താമസക്കാരിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളുടെ ദൃഢനിശ്ചയത്തിന് നന്ദി. ഈ രാജ്യത്തിനായി നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുണ്ടെന്നും UAE പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. പ്രവാസി മലയാളികളും പ്രിയപ്പെട്ട പോറ്റമ്മനാടിന്റെ ദേശീയ ദിനം വിപുലമായി തന്നെ ആഘോഷിച്ചു. നാട്ടിലെ ഉത്സവാന്തരീക്ഷം പുനഃസൃഷ്ടിച്ചായിരുന്നു ഓർമ്മ കേരളോത്സവം എന്ന പേരിൽ ദേശീയ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ദിവസങ്ങൾ മുമ്പേ തന്നെ ആഘോഷ പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. കേരളത്തിലെ ഒരു ഉത്സവ പറമ്പിലെത്തിയാലുള്ള അനുഭവം ദുബായിലെത്തിച്ച മനോഹര പരിപാടിയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കാനെത്തിയത്. മെഗാ തിരുവാതിരയും കുടമാറ്റവും മട്ടന്നൂർ ശങ്കരൻകുട്ടി നയിച്ച വാദ്യമേളവും കേരളത്തനിമ വിളിച്ചോതുന്ന കലാപ്രകടനങ്ങളും ഗാനമേളയും ആസ്വാദക ഹൃദയം കീഴടക്കി. ഗായകരായ ആര്യദയാൽ, സച്ചിൻ വാര്യർ എന്നിവരുടെ പരിപാടിയും അരങ്ങേറിയിരുന്നു. സിതാര കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊജക്ട് മലബാറിക്കസ് ബാൻഡിന്റെ പ്രകടനവും ശ്രദ്ധേയമായി. തൃശൂർ പൂരം ദുബായിലെത്തിച്ചായിരുന്നു മറ്റൊരാഘോഷം. നമ്മുടെ തൃശൂർ പൂരത്തിന് ആയിരങ്ങളാണ് അണിനിരന്നത്. ആനയും വെഞ്ചാമരവും കുടമാറ്റവും ഇലഞ്ഞിത്തറ മേളവും ഒക്കെയായി ഖിസൈസ് എത്തിസലാത്ത് ഗ്രൗണ്ട് അക്ഷരാർത്ഥത്തിൽ പൂരപ്പറമ്പായി. ഇത്തരത്തിൽ ഓരോ പ്രവാസിയും UAE-യുടെ ദേശീയ ദിനം അവിസ്മരണീയമാക്കുന്ന വ്യത്യസ്തമായ കാഴ്ചയ്ക്കാണ് ഇത്തവണ വേദിയായത്. അന്നം തരുന്ന നാടിൻ്റെ ദേശീയ ദിനാഘോഷം വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ച ഒരു മലയാളിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂർ സ്വദേശിയായ നികേഷ് UAE-യുടെ 53ാമത് ദേശീയ ദിനാഘോഷ വേളയിൽ 7 എമിറേറ്റുകളിലൂടെയും ഓടിയാണ് തൻ്റെ സ്നേഹം തെളിയിച്ചത്. ഇത് കണ്ണൂർ സ്വദേശി നികേഷ്. അടുപ്പക്കാർ നിക്കി സാം എന്ന് വിളിക്കുന്ന ഈ പ്രവാസിയാണ് ഇത്തവണത്തെ UAE ദേശീയ ദിനത്തിലെ താരം. അന്നം തരുന്ന നാടിന്റെ പിറന്നാൾ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിച്ച് തന്റെ മനസ്സിലുള്ള ഇഷ്ടം വെളിവാക്കി മലയാളികൾക്ക് തന്നെ അഭിമാനമായ വ്യത്യസ്തൻ. ചെറുപ്പം മുതലേ കായിക മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ അറിയപ്പെടുന്ന ജിം പരിശീലകനായ നിക്കിക്ക് UAE-യിലെ ഒരു പറ്റം കായിക സ്നേഹികളായ മലയാളികളുടെ കൂട്ടായ്മയായ കേരള റൈഡേഴ്സിൽ എത്തിപ്പെട്ടതോടെയാണ് വലിയ മാറ്റമുണ്ടായത്. ഓട്ടത്തിലേതുൾപ്പെടെയുള്ള ശാസ്ത്രീയ വശങ്ങൾ പഠിച്ചെടുത്തത് ആ കൂട്ടായ്മയിൽ നിന്നാണ്. അന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് നിക്കിയെ എത്തിച്ചിരിക്കുന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടത്തിനരികെയാണ്. ആദ്യമേ എനിക്ക് ബോഡി ബിൽഡിങ്ങിലായിരുന്നു താല്പര്യം. 2011 2010 ഡിസ്ട്രിക്റ്റിലെ 2010 ഡിസ്ട്രിക്ട് ചാമ്പ്യനായിരുന്നു. 2011 ഓവറോൾ ഇതിലായിരുന്നു. അതിനുശേഷം ചെറിയ ജിമ്മിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. 2017 ഞാൻ ദുബായിലേക്ക് വരുന്നത്.
2017 ഞാനൊരു സാധാരണ ഒരു ജിമ്മിലൊരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. അവിടെ ഒരു 2 കൊല്ലം വർക്ക് ചെയ്തു. അതിനുശേഷം കൊറോണ കാര്യങ്ങൾ വന്നതിന് ശേഷം ആ വർക്ക് പോയി. അവിടുന്ന് അത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്രീലാൻസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രീലാൻസ് ട്രെയിനിങ് ഈ പറഞ്ഞ പോലെ കുറച്ച് കാലം കുറച്ച് ക്ലയൻസ് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതും ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഇല്ലാതായപ്പോൾ സ്റ്റോപ്പായി. അങ്ങനെ 2023 ആഗസ്റ്റ് 15 കേരള റൈഡേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ ഫസ്റ്റ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു മലയാളി ക്ലബ്ബായിരുന്നു. അവരുടെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് എൻ്റെ റണ്ണിങ് സ്റ്റാർട്ടിങ് ആയത്. ആ ഒരു ഇയറിൽ അവരോട് ഓടാൻ തുടങ്ങിയതിന് ശേഷം ഓട്ടത്തിനോടുള്ള താല്പര്യം കൂടി. ഓരോ പ്രവാസിയും പ്രവാസക്കുപ്പായം അണിഞ്ഞ ശേഷം ജീവിതത്തിൽ സംഭവിച്ച നല്ല മാറ്റങ്ങൾക്ക് നന്ദിയും കടപ്പാടും ഈ പ്രവാസ മണ്ണിനോട് എന്നും മനസ്സിൽ സൂക്ഷിച്ചാണ് ജീവിക്കാറ്. നികേഷിനും ജീവിതത്തിൽ സംഭവിച്ച നല്ല മാറ്റങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് ഈ അറബ് ദേശത്തോടുള്ളത്. ആ സ്നേഹം എങ്ങനെ തിരികെ നൽകും എന്ന് ആലോചിച്ചപ്പോൾ ഓട്ടത്തെ അകമണിഞ്ഞ് സ്നേഹിക്കുന്ന നികേഷിന് മറിച്ചൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് UAE എല്ലാ എമിറേറ്റുകളിലും ഓടി തന്റെ സ്നേഹമറിയിക്കാൻ നികേഷ് തീരുമാനിക്കുന്നത്. പോറ്റമ്മനാടിന് വ്യത്യസ്തമായ ഒരു ദേശീയദിന സമ്മാനം. ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഒരു സെക്കൻഡ് മദർ കൺട്രിയാണ് UAE. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് കൂടുതൽ അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ നല്ല സുഹൃത്തുക്കളെയും കുറേ നല്ല ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റിയത് ഈ നാട്ടിൽ നിന്നാണ്. ചില ആൾക്കാർ ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ആൾക്കാർ വരെ കുടുംബക്കാർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ആകെ 1-2 മാസം പരിചയമുള്ള ആൾക്കാർ വരെ ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവർ അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ പല തരത്തിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ജോലീൻ്റെ പുറത്തായാലും ശരി, അല്ലാതെ പല കാര്യങ്ങൾക്കും പല ആൾക്കാരും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ സ്റ്റിൽ എൻ്റെ കൂടെയുള്ള കുറേ എൻ്റെ ക്ലയൻസ് ഏകദേശം ഈ പറഞ്ഞ പോലെ 5-6 വർഷങ്ങളായി എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേറൊരു നോക്കി പോകാം, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളും അവർക്കുണ്ട്. പക്ഷേ അവർ ആരും തന്നെ അവരെന്നെ പറ്റി ഇതുവരെ പോയില്ല. അവർ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുള്ളത്. അവർ ഞാൻ പറയുന്ന സമയത്തായാലും ഇപ്പം സപ്പോസ് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാലും അവർ ഇപ്പോൾ 1-2 മാസം എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും അതൊന്നും അവർക്കൊരു വിഷയമല്ല. മനസ്സിലെ ആഗ്രഹം നടപ്പാക്കാനുള്ള പ്രതിസന്ധികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന എനിക്ക് 1 വർഷം മുൻപ് ആഗ്രഹ പൂർത്തീകരണത്തിനായുള്ള ചിട്ടയായ പരിശീലനം ആരംഭിച്ചു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ 1 തവണ പരിശീലന ഓട്ടവും നടത്തി. പക്ഷേ അത് പൂർത്തിയാക്കാനായില്ല. ലക്ഷ്യപൂർത്തീകരണത്തിന് കൂടുതൽ ശ്രദ്ധയോടെയുള്ള പരിശീലനം ആവശ്യമാണെന്ന് മനസ്സിലായ നിമിഷങ്ങൾ. പുറകോട്ട് നടക്കാതെ സധൈര്യം മുന്നോട്ട് നടക്കാൻ തന്നെ ആരംഭിച്ചു നിക്കി. ആദ്യം ഇത് ഫെബ്രുവരിയിൽ ഒന്ന് ശ്രമിച്ചിരുന്നു. 2024 ഫെബ്രുവരിയിൽ ഒന്ന് ശ്രമിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ശ്രമിച്ചത് ഞാൻ അബുദാബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ദുബായ് മംസാർ ബീച്ചിൽ വെച്ച് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. ആ ടൈം എൻ്റെ കാല് ഇഞ്ചുറി ആയിട്ട് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. പിന്നെ ഞാനും അതൊരു വല്ലാത്തൊരു വേദനയായിരുന്നു. ആ ടൈം അത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പിന്നെ അതൊരു വാശിയായി. അതിനുവേണ്ടി പ്രയത്നിച്ചു. പിന്നെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തു. പിന്നെ വൈഫിൻ്റെ മോട്ടിഫിക്കേഷനും ഫ്രണ്ട്സിൻ്റെ എല്ലാ മോട്ടിവേഷനും കൊണ്ട് 6 മാസം അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഇപ്പോൾ നവംബർ 23 അഗൈൻ ഞാൻ തുടങ്ങിയത്. ഞാൻ ഫെബ്രുവരി ചെയ്ത ടൈം ഞാൻ വീഗനായിരുന്നു. ആ ടൈം അതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. കാരണം അത്രയും കിലോമീറ്റർ ഓടുമ്പോൾ അതിൻ്റെ ബേൺ ചെയ്ത കലോറീസിനനുസരിച്ച് അത്രയും കലോറീസ് എനിക്ക് തിന്നാനുള്ള ഇതുണ്ടായില്ല. ആ വീഗൻ്റെ അതിനനുസരിച്ച് പ്രോട്ടീനോ കാര്യങ്ങളോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ ടൈം ഞാനത് മൊത്തത്തിൽ മാറ്റി എൻ്റെ ഡയറ്റിങ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് അത്രയും ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് എല്ലാം കഴിക്കാമെന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് ഹെൽത്ത് പരമായിട്ട് എൻ്റെ ബോഡി പരമായിട്ട് എനിക്ക് ഓടുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായ ഭക്ഷണ രീതികൾ, ചിട്ടയായ വ്യായാമം, ഭാര്യയുടെയും കൂട്ടുകാരുടെയും അകമഴിഞ്ഞ പിന്തുണ, മാസങ്ങളോളം ആഗ്രഹങ്ങളെ കൈവിടാതെ സൂക്ഷിക്കാൻ നിക്കിക്കായത് ഇതെല്ലാം കൊണ്ടാണ്. ദിവസം അടുക്കും തോറും ചെറുതായി സമ്മർദ്ദമേറി വന്നിരുന്നുവെങ്കിലും അതെല്ലാം മറികടന്ന് മുന്നേറാൻ നിക്കിക്കായി. 2-3 ഡേയ്സ് ആ ഒരു 1 വീക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കുറച്ച് സ്പോൺസേഴ്സിൻ്റെ എല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു ഇവൻ്റാണ് അത്. ആ ഒരു 5 ദിവസമാണെങ്കിലും കുറച്ച് ഫൈനാൻഷ്യലിയും അതില്ലാത്ത ഇതെല്ലാം കുറച്ച് ഇതുണ്ടായിരുന്നു. സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കെയർ ഓഫിലും അല്ലാതെ ഞാൻ കുറച്ച് കോൺടാക്ട് ചെയ്തതിൻ്റെ അകത്തും അതിന് കുറച്ച് സ്പോൺസേഴ്സിൽ കിട്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം ചെറിയൊരു കിലോമീറ്ററിലായിരുന്നില്ല. പിന്നെ അത്രയും സമയം കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതും
ഡെയിലി ഒരു 100 കിലോമീറ്ററിന് മുകളിൽ ഓടേണ്ടതും അങ്ങനെയുള്ള ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. അൽ ബത്തീനിൽ നിന്ന് ഓട്ടം ആരംഭിച്ചു. ഓടുന്ന നിക്കിക്ക് എല്ലാവിധ സഹായവുമായി പുറകിലൊരു വാഹനത്തിൽ ഭാര്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സ്വദേശികൾ ഉൾപ്പെടെ ഭക്ഷണവുമായി ആ ദിവസങ്ങളിൽ തന്നെ ചേർത്ത് പിടിച്ചതുൾപ്പെടെയുള്ള ആ കഥ നിക്കി തന്നെ പറയും. 23rd ഈവനിങ് 6 o'clock ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ഞാൻ 130 കിലോമീറ്റർ ഓടി. ഏകദേശം 19 മണിക്കൂർ 19-20 മണിക്കൂർ ഞാൻ ഓടി. അന്ന് ഞാൻ ഏകദേശം ഉറങ്ങിയതാകെ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ ഒന്നും ഉറങ്ങിയതിരുന്നുള്ളൂ. ഉറങ്ങിയെന്നല്ല, ഒരു പവർ നാപ്പ്. അൽബത്ത ബോർഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് ഫസ്റ്റ് ഡേ 120 ആക്കിയിട്ട് നിർത്തി. എന്നിട്ട് ഒരു 2 hours പവർ നാപ്പ് എടുത്തതിന് ശേഷമാണ് ഞാൻ 10 കിലോമീറ്റർ ഫിനിഷ് ചെയ്തിട്ട് 1 day 130 ഫിനിഷ് ചെയ്തത്. പിന്നെ ആഫ്റ്റർ അഗൈൻ 6 o'clock അഗൈൻ സ്റ്റാർട്ട് ചെയ്തു. ഉറങ്ങിയതെല്ലാം റോഡ് സൈഡിലും കാര്യങ്ങളിലായിട്ട് ഞാനൊരു കാറ് വാടകയ്ക്ക് എടുക്കുമായിരുന്നു. ഒരു ഫോർച്യൂണർ വണ്ടി വാടകയ്ക്ക് എടുക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങിയത്. 10 കിലോമീറ്ററിന് ഈ ട്രക്സിനെല്ലാം പാർക്ക് ചെയ്യാൻ പറ്റിയ പാർക്കിംഗ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പാർക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഫുഡ് കഴിക്കും, അവിടെ തന്നെ റെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചെറിയൊരു ബാസിൻ്റെ അകത്ത് കാല് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് ഞാൻ റിക്കവറി എല്ലാം ചെയ്തിരുന്നത്. കാരണം അതിനുള്ള സജ്ജീകരണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒന്നും സെറ്റപ്പ് കാര്യങ്ങളുണ്ട്. എൻ്റെ വൈഫ് മാത്രമായിരുന്നു ഒരു 3 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഇതിൻ്റെ അകത്ത് നോർമലി റിക്കവറി എൻ്റെ ക്ലിയർ ആയിട്ട് പോയിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ആ ഒരു കാറിനുള്ളിൽ ചെറുങ്ങനെ കാലെല്ലാം മടക്കി വെച്ച് കിടന്നുറങ്ങി. പിന്നെ ചില ടൈം അങ്ങനെ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ ബെഡെല്ലാം ഇട്ടിട്ട് അല്ലെങ്കിൽ മാറ്റിലിട്ട് അതിൻ്റെ അകത്ത് തന്നെ കിടന്നുറങ്ങി. അപ്പം എനിക്ക് ക്രാമ്പ് വന്നിട്ടുണ്ട്, കാലിന് ചെറിയ ചെറിയ പ്രോബ്ലംസ്. ആ ടൈമെല്ലാം വൈഫായിരുന്നു എല്ലാം ക്ലിയർ ചെയ്ത് തന്നത്. ഈ പറഞ്ഞ പോലെ ചില ടൈം പോലീസുകാർ വന്ന് ചെക്കിങ്ങിനെല്ലാം വന്നിരുന്നത് ഇതെല്ലാം റോഡ് സൈഡ് കണ്ടപ്പം. പക്ഷേ അവരെല്ലാം വളരെയധികം സപ്പോർട്ടീവായിരുന്നു. അവർക്ക് ഭക്ഷണം കൊണ്ട് തന്നിരുന്നു, വെള്ളം തന്നിരുന്നു. ഈ പറഞ്ഞ സംഭവങ്ങൾ പറഞ്ഞപ്പം അവരെല്ലാം ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. അവിടെയുള്ള ജനങ്ങളും സപ്പോർട്ടീവ്. കുറേ ആൾക്കാർ എന്നെ കണ്ടിരുന്നു, റൺ ചെയ്യുന്ന വരുന്നത് കണ്ടിട്ട് അവർ ലിഫ്റ്റ് വേണമെന്നോ ആദ്യം ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനിങ്ങനെ ഓടുന്നതാണ് എന്ന് പറഞ്ഞ ടൈം അവരെ കയ്യിലുള്ള ഫുഡും വെള്ളവും എന്താണെന്ന് വെച്ചാൽ അത് അപ്പം തന്നെ അവർ തന്നെ അവരെൻ്റെ അടുക്ക എന്താ വേണ്ടത് വെച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ 7 minutes ഞാൻ ഓടുന്ന ഒരു വ്യക്തിയാണ്, ഞാനിങ്ങനെ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്താണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് കേട്ടിട്ട് അവർക്ക് തന്നെ അതൊരു അത്ഭുതമായി. അവർക്ക് കഴിക്കാൻ വെച്ച ഫുഡും കാര്യങ്ങളും ഫുൾ പാക്കറ്റിലാക്കി എനിക്ക് തരുകയാണ്. അത്രയും സപ്പോർട്ടീവായിരുന്നു അവർ. അവസാനം സ്വപ്ന പൂർത്തീകരണ നിമിഷം. മോഷൻ ഗേറ്റിൽ നിന്ന് ഡിസ്കവറി ഗാർഡനിൽ നിന്ന് കൈറ്റ് ബീച്ച് ടു ഷാർജ ടു അജുമാൻ ടു ഉമ്മൽ കോയിൻ ടു റാസൽ കൈമ ടു ഫുജറ ഡിബ്ബ. അതായിരുന്നു പോയ വഴി. 5 ദിവസവും 15 മണിക്കൂറും 53 മിനിറ്റുമാണ് ഞാൻ എടുത്തത് ടോട്ടല്. 23-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. 29-ാം തീയതി മോർണിംഗ് 9:30 to 10 o'clock ആ ടൈമാണ് ഞാൻ ഫിനിഷ് ചെയ്തത്. സന്തോഷം ഈ പറഞ്ഞ ആ ഒരു ടൈം എൻ്റെ കാലിൻ്റെ സിറ്റുവേഷൻ വളരെ ബാഡായിരുന്നു. എനിക്ക് ഓടാൻ വരെ പറ്റിയിരുന്നില്ല. ഞാൻ ഞൊണ്ടി നടന്നിട്ടാണ് പോയത് കുറേ കിലോമീറ്റർ. ആക്ച്വലി എൻ്റെ പ്ലാനിങ് ആ ഒരു കാലിൻ്റെ ഇഞ്ചുറി കൊണ്ട് ആക്ച്വലി ഞാൻ 4 ദിവസമാണ് പ്ലാൻ ചെയ്തത്. 4 ദിവസം 22 മണിക്കൂറാണ് എൻ്റെ പ്ലാനിങ് ഉണ്ട്. ആ ഇഞ്ചുറി കാരണം കൊണ്ടാണ് ഒരു ദിവസം വൈകിയത്. എന്നിട്ടും എനിക്ക് പിന്നെയുള്ള ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്ററും ഞാൻ എത്താനുള്ളൂ എന്ന് എൻ്റെ മനസ്സിലും ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു കിലോമീറ്റർ എനിക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം എൻ്റെ കാല് മൊത്തത്തിൽ വീങ്ങി, റെഡ് കളർ വന്നു, ഷൂസൊന്നും ഇടാൻ പറ്റാതെയായി. ഞാൻ ഏകദേശം 20 കിലോമീറ്ററോളം വിത്തൗട്ട് ഷൂസിൽ വരെ ഓടിയിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ. കാരണം എനിക്ക് ഒരു ഷൂസും ഇടാൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഞാൻ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലെത്തി എൻ്റെ വൈഫിനെ അങ്ങ് ദൂരത്തുനിന്ന് കാണുകയും ആ ഫിനിഷിംഗ് ലൈന് കാണുകയും ചെയ്ത ടൈം ഞാൻ അവർ പറഞ്ഞൊരു സ്പ്രിൻ്റാണ് ഞാൻ ചെയ്തത്. ഏകദേശം 2.something സ്പീഡിൽ ഓടിയെന്നാണ് പറഞ്ഞത്. അതവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഓടുന്ന ടൈം ഞാൻ എൻ്റെ വേദനയോ കാര്യങ്ങളോ ഒന്നും എനിക്ക് മൈൻഡിലുണ്ടായിരുന്നില്ല. ഓടി ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ വൈഫിനെ കണ്ടപ്പോൾ അറിയാതെ ഞാൻ സെൻറ്റിമെൻറ്റ്സായി, ഞാൻ കരഞ്ഞു. ഇപ്പോഴും വിശ്രമത്തിൽ തന്നെയാണ് നിക്കി. എന്തായാലും ഗിന്നസ് റെക്കോർഡ് എന്ന വലിയ സ്വപ്നം, ഈ നാടിനോടുള്ള സ്നേഹം, അതെല്ലാം പൂർത്തിയാക്കാനായതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇന്ന് ഈ യുവാവ്.
അടുത്ത ദേശീയ ദിനത്തിൽ ഇന്ത്യയിൽ നിന്ന് കാൽനടയായി UAE-യിലേക്ക് എത്തണമെന്നുള്ള ആഗ്രഹം സാധിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് ഈ കണ്ണൂരുകാരൻ. ഓരോ സ്ഥാപനത്തിൻ്റെയും വിജയത്തിന് പുറകിൽ ആ സ്ഥാപനത്തിലുള്ള തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതായിരിക്കും. ഇത്തരത്തിൽ അജ്മാനിലുള്ള കോക്കൽ ഷായ് എന്ന കഫ്റ്റീരിയ ശൃംഖല തങ്ങളുടെ വിജയത്തിന് പിന്നിലെ കാരണക്കാരായ തൊഴിലാളികളോടുള്ള സ്നേഹം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രകടിപ്പിച്ചത്. കൊടും ചൂടായാലും തണുപ്പായാലും എല്ലാം മറന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന വിഭാഗമാണ് UAE-യിലെ കഫ്റ്റീരിയ തൊഴിലാളികൾ. വേനൽക്കാലമായാൽ പുറമേയുള്ള ചൂടും പാചകം ചെയ്യുന്ന സ്ഥലത്തെ ചൂടുമായി ഇവരുടെ ജീവിതം ദുഷ്കരമാകും. മിക്കയിടത്തും തുച്ഛ വരുമാനത്തിലാണ് പലരും ജോലി ചെയ്യേണ്ടിയും വരിക. കഷ്ടപ്പാടുകൾ ഏറെയുണ്ടെങ്കിലും ഇവരെ കണ്ണു തുറന്ന് കാണാൻ അധികമാരും മെനക്കെടാറില്ല എന്നതാണ് സത്യം. ഈ സാഹചര്യത്തിലാണ് അജ്മാൻ കേന്ദ്രമായി മലയാളികളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കോക്കൽ ഷായ് കഫ്റ്റീരിയ ശൃംഖല തങ്ങളുടെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച നന്മയുടെ കാഴ്ച വ്യത്യസ്തമാകുന്നത്. എഴുപത്തിയേഴാമത്തെ ഷോറൂം ഞങ്ങൾ അജ്മാനിൽ തുറന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജോലിക്കാർ, നമ്മുടെ കൂടെ ഒന്നിച്ചു നിൽക്കുന്ന സഹപ്രവർത്തകന്മാർ ഈ ചൂട് കാലത്ത് 55-60 ഡിഗ്രിയിൽ ചൂട് സഹിച്ചുകൊണ്ട് നമ്മളെ കൂടെ നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നമ്മൾ ഒരു ഡയമണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു ദിവസം ഇന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ ഈദുൽ ഇത്തിഹാദിൻ്റെ ഈ വേളയിൽ ഒരു സന്തോഷവേളയായി മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ സ്റ്റാഫ് അംഗങ്ങളെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചത്. ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങൾ ആശംസ അറിയിക്കുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള നമ്മുടെ 1100 ചില്ലാനം സ്റ്റാഫ് അംഗങ്ങളുണ്ട്. എല്ലാവർക്കും തന്നെ ഈ ഡയമണ്ട് റിങ് കൊടുക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള അടുത്ത വർഷവും എല്ലാ സ്റ്റാഫുകൾക്കും ഇതിൽ നിന്ന് പുരോഗമിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തൊഴിലാളികൾക്ക് തങ്ങളുടെ സ്നേഹത്തിന്റെ അടയാളമായി വജ്രമോതിരമാണ് അജ്മാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കോക്കൽ ഷായ് കഫ്റ്റീരിയ മാനേജ്മെന്റ് സമ്മാനമായി നൽകിയത്. 1200-ലധികം തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ കമ്പനി സമ്മാനം എത്തിച്ചു നൽകിയത്. ചൂടുകാലത്ത് ഞങ്ങളെ സ്റ്റാഫുകളെ ചേർത്ത് പിടിച്ച കോക്കൽ ഷായുടെ ഇസ്മാൽക്കയും നവാസ്ക്കും ഏറെവിധ അഭിനന്ദനങ്ങൾ. കോക്കൽ ഷായുടെ 77ാമത് ബ്രാഞ്ചാണ് അജ്മാനിലെ എമിറേറ്റ് സിറ്റി മാളിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതോടൊപ്പം ഫ്രൈഡ് ചിക്കൻ സെക്ഷനായ ഫുറൂജ് ഹട്ടിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. ചടങ്ങിൽ അറബ് പൗരന്മാരായ സലാം ഖൽഫൂൻ ബിൻ ഹിന്ദി, സവാദ് അൽ ഹാഷിമി, PK ഫിറോസ്, KM ഷാജി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും പങ്കെടുത്തു. പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമാണ് മനസ്സിലെന്നാണ് ഓരോ തൊഴിലാളിയും പറഞ്ഞത്. ഇതേപോലെ കഴിഞ്ഞ വട്ടം നമുക്ക് മോതിരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മക്ക് വെച്ച് ഞങ്ങൾ പോയിട്ടില്ല, നാട്ടിൽ പോയില്ല, ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വിപ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. ഉമ്മാക്കോ അല്ലെ പെങ്ങന്മാർക്കൊക്കെ ആയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാമല്ലോ. പിന്നെ ഇപ്പോൾ എല്ലാ കൊല്ലം അവർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല, സന്തോഷമാണ് ഇവിടെ നിൽക്കുന്നതിന്.
അറബി ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബി നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.